നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാസത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതാകുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗൈഡൻസും വഴികാട്ടിയും ആയിരിക്കും. അതുപോലെ തന്നെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളഞ്ഞേക്കുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ഹാങ്ക്ഡ് മാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നു. നിങ്ങൾ എന്തെല്ലാമോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടും, അതുപോലെ സൂക്ഷ്മ പരിശോധന, എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നതെന്ന് നിങ്ങൾ ശരിക്കും തിങ്കിങ് ചെയ്യുന്ന ഒരു ടൈമിംഗ് ആണ് ഇപ്പോൾ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് വിവേകത്തോടു കൂടി നിങ്ങൾ ഇത്രയും നാളും ചിലപ്പോൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്തിട്ടുണ്ടാവാം, ഇമോഷണലി ഒരുപാട് നെഗറ്റിവിറ്റി അനുഭവിച്ചിട്ടുണ്ടാവാം. ഇപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് ശരിക്കും വിവേകത്തോടു കൂടി ചിന്തിക്കുന്നു. നിങ്ങളുടെ സാഹചര്യങ്ങളെ, നിങ്ങൾക്ക് സംഭവിച്ച തെറ്റുകളെ, നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ നിങ്ങൾ വിവേകപൂർവ്വം ചിന്തിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ത്യാഗം ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഈ മാസത്തോടു കൂടി നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നാണ്. എന്തും, അതായത് ത്യാഗം ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി തിരിച്ചാലാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകൂ എന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ ചിലപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങൾക്കായാലും നിങ്ങളുടെ ജോലിയിലൊക്കെ ആയാലും നിങ്ങൾ വളരെ അർപ്പണബോധത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ചെയ്തതായിട്ടും, നിങ്ങളുടെ ബന്ധങ്ങളിൽ പോലും നിങ്ങൾ വളരെ ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തിയെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെയെല്ലാം ലഭിച്ചത് വളരെയധികം നെഗറ്റീവായ വശങ്ങളാണ്. എല്ലാത്തിനോടും വെറുപ്പും വിദ്വേഷവും, എല്ലാത്തിൽ നിന്നും പിന്മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതെന്നാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സാഹചര്യം, കഠിനാധ്വാനം അല്ലെങ്കിൽ എത്ര അധ്വാനിച്ചിട്ടും നേട്ടങ്ങളില്ലാതെ വന്ന, നിരാശ വന്ന ആ ഒരു സാഹചര്യങ്ങളെല്ലാം നിങ്ങളിപ്പോൾ വിവേകപൂർവ്വം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനും സൂക്ഷ്മമായി അതിനെക്കുറിച്ചൊക്കെ ഒരു പരിശോധന നടത്തുകയും നിങ്ങൾ അതിൽ നിന്നെല്ലാം പിന്മാറാൻ പാകത്തിന് നിങ്ങളൊരു ശക്തമായ ഒരു തീരുമാനമെടുക്കാൻ പാകത്തിനായി എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇമോഷണലി ഒരുപാട് നിരാശയും നഷ്ടബോധവും ഒക്കെ നിങ്ങൾ നേരിടുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തി ബന്ധങ്ങളിൽ സംഭവിച്ച വിള്ളലാവാം. നിങ്ങൾ ഒരുപാട് ആത്മാർത്ഥമായും ചേർത്ത് പിടിച്ച ഒരു സാഹചര്യമോ വ്യക്തിയോ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് മുമ്പിൽ പല സാഹചര്യങ്ങളും വേറെ നിൽപ്പുണ്ടെങ്കിലും നിങ്ങൾ അതിനെ ഒന്നും കാണുന്നില്ല. നിങ്ങളുടെ മുന്നിലുള്ളത് കൺഫ്യൂഷനോടുകൂടി നിൽക്കുകയാണ്. നിങ്ങളുടെ ഒരു കൺഫ്യൂഷനൊക്കെ ഇനി ഒരു അവസാനം വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളിൽ നിന്നും കൺഫ്യൂഷൻ എന്ന ആ ഒരു സാഹചര്യം പോകുകയും നിങ്ങൾക്കിനി അങ്ങോട്ടേക്ക് ഒരു പുതിയ വരവ്, നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ടും, നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അതല്ലെങ്കിൽ ഒരു സന്ദേശവാഹകൻ, ഒരു സുഹൃത്തിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ, ഒരു സുഹൃത്തിൻ്റെ ഒരു ഹെൽപ്പ്, അല്ലെങ്കിൽ ഒരു സുഹൃത്തിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ചിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മെൻ്റലി ആണെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങളൊരു തകർന്ന, ഒരു നിരാശയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് വരുന്നത്, മുന്നോട്ട് ഉയരാൻ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു ഒരു സുഹൃത്തിൽ നിന്നെന്നാണ്. കാരണം ചിലപ്പോൾ ഒരു തൊഴിൽപരമായിട്ടുള്ള കാര്യമാവാം, അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു ഹെൽപ്പാവാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കത് തീർച്ചയായിട്ടും ലഭിക്കുന്നു. നിങ്ങൾ അതിനു വേണ്ട തുടക്കങ്ങൾ ഇന്ന് അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ആരംഭിക്കുന്നു എന്നാണ് ഞാൻ
കാണുന്നത്. അതുപോലെ തന്നെ നല്ല സ്ട്രെങ്ത് ആവുകയാണ്. എന്ത് കാര്യത്തിലാണെങ്കിലും ഇനി അങ്ങോട്ട് നിങ്ങൾക്കൊരു വിശ്വാസം, സക്സസ് ആവും, വിജയിക്കും. നിങ്ങൾ തൊടുന്നതെല്ലാം നിങ്ങൾക്ക് ഇനി പൊന്നാക്കാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളിലേക്ക് നിങ്ങളുടെ ആ ഒരു കഴിവ്, ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു പവർ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു അവസരം, അത് കരിയർ പരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സംരംഭം സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ സെൽഫായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് വളരെ സക്സസ് ആണ്, ഒരു സ്ട്രെങ്ത് ആണ് നിങ്ങളിലേക്ക് വരുന്നതെന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. അതായത് ഒരു പുതിയൊരു കാര്യം നിങ്ങളിൽ വരുന്ന, അല്ലെങ്കിൽ കുറേ നാളുകൊണ്ട് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്തിരുന്ന ഒരു സാഹചര്യം, കരിയറിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിലാണെങ്കിലും ജീവിത ചുറ്റുപാടിലൊക്കെ ആണെങ്കിലും നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഫൈറ്റിംഗ് ചെയ്തുകൊണ്ട് നിന്നത് അവിടെ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരുന്നു. ഒരു എന്താ പറയുക, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിനൊരു ധൈര്യം വന്നു ചേരുന്നു. നിങ്ങൾക്ക് ഊർജ്ജസ്വലവും ശക്തവുമായും നിങ്ങളുടെ ഇന്നർ വോയിസ് പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെന്നാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ എന്തെങ്കിലും നെഗറ്റീവായ വശങ്ങളുണ്ടായിരുന്നെങ്കിൽ, രോഗസംബന്ധമായ പ്രോബ്ലംസൊക്കെ നേരിടുന്ന കുറേ ആളുകളുടെ ജീവിതത്തിൽ നിന്നും ആ ഒരു വേദന, നഷ്ടം, നമ്മൾക്ക് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിനെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കുന്ന ഒരു സാഹചര്യമാണ്. അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്നും അവസാനം വരുന്നു എന്നാണ്. അതൊക്കെ ഒരു എൻഡിങ്, ദ ടവറാണ്. എന്താണോ നിങ്ങളുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കിയത്, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ അവസ്ഥയിൽ വേദനയും നഷ്ടവുമൊക്കെ ദുരിതങ്ങളും നിങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കതിനൊക്കെ ഒരു മാറ്റമാണ് ഇനി മുന്നോട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരുന്നത്. ആ ഒരു സാഹചര്യം പൂർണ്ണമായും അവസാനിക്കുകയാണ്. കാരണം ആ ഒരു സാഹചര്യം, ഇപ്പോൾ രോഗമാണെങ്കിലും നഷ്ടവും വേദനകളും ആരിൽ നിന്നൊക്കെ നെഗറ്റിവിറ്റിയൊക്കെ നിങ്ങൾ അനുഭവിച്ചെങ്കിൽ കുറേയൊക്കെ നിങ്ങളുടെ ഒരു അനാസ്ഥ മൂലം സംഭവിച്ചതായിട്ടാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇനി നിങ്ങൾക്ക് അങ്ങോട്ടൊന്ന് പക്വതയോടുകൂടി, ഒരു സ്ഥിരതയോടും ശക്തിയോടും കൂടി തന്നെ ഒരു നല്ല വ്യക്തിത്വത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓപ്പൺ ആകുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി പോകുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് ഇമോഷൻസ്, നിങ്ങളൊരു നല്ല ശക്തനായ വ്യക്തിയായി തീരുകയും നല്ല രീതിയിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ രീതിയിലെല്ലാം നിങ്ങൾക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരവസരം നിങ്ങൾക്ക് വരുന്നു. നിങ്ങളിൽ നിന്നും കുറച്ച് ദുരിതങ്ങളും കഷ്ടതകളും വേദനകളും അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂ ഉള്ളവരുടെ എല്ലാം ആ ഒരു സംഭവങ്ങളെല്ലാം മാറുകയാണ്, ചേഞ്ചിങ് വരികയാണ് എന്നാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ സന്ദേശം, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. അനുകൂലമല്ലാത്ത ചില വാർത്തകളെ നിങ്ങൾക്കിനി കേൾക്കേണ്ടി വരില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ എവിടെ പോയാലും എന്ത് കാര്യം ചെയ്താലും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ആ ഒരു അവസ്ഥ മാറുകയും, അതുപോലെ തന്നെ നിങ്ങൾക്കിനി ഒരു ആഡംബരം നിങ്ങളുടെ കുടുംബത്തിലാവാം, ഒരു ഈ മാസ അവസാനത്തോടു കൂടി എന്തോ ആഘോഷങ്ങൾ നടക്കുന്നതായിട്ടും, അതല്ലെങ്കിൽ ഒരു ആഘോഷം വേണ്ടപ്പെട്ട ഇമോഷണലി ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു വിവാഹ ചടങ്ങിലോ അതല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെയും കൂടി ഒരു പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ മുന്നിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടതായ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ, ചിലപ്പോൾ അതൊരു കരിയർ സംബന്ധമായ പുതിയൊരു സ്ഥാപനം തുടങ്ങുന്നതോ അതല്ലെങ്കിൽ ഒരു വിവാഹം, രണ്ട് വ്യക്തികളെ തമ്മിൽ കണക്റ്റ് ചെയ്ത് കൂട്ടിച്ചേർക്കേണ്ടതോ ഒക്കെ ആയ, ഇനിയിപ്പോൾ മക്കളുടേതാവാം, അതല്ലെങ്കിൽ കൂടപ്പിറപ്പുകൾ, ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഒരു ആഘോഷത്തിൽ നിങ്ങൾ മുന്നിൽ നിന്നുകൊണ്ട് നേതൃത്വം വഹിച്ചുകൊണ്ട് പൂർത്തീകരിക്കേണ്ടതായിട്ട് വരുന്നു എന്നും, അത് വളരെ ആഡംബരത്തോടും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്കതിനെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. പിന്നെ കുറേ ആളുകളുടെ ലൈഫിൽ നിങ്ങൾ കുറേ നാളുകൾ കൊണ്ട് തടസ്സങ്ങളും അതുപോലെ പ്രശ്നങ്ങളും എല്ലാം അനുഭവിച്ചു കൊണ്ടിരുന്ന വ്യക്തികൾ, എവിടെ പോയാലും ഏത് രീതിയിൽ എന്ത് ചെയ്താലും പ്രശ്നങ്ങൾക്കൊക്കെ പ്രശ്നങ്ങളാണ്, തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. ഒരു ശനിദോഷം പോലെ ഒരു നിൽക്കുന്ന അവസ്ഥ, ഒരു രീതിയിൽ നിങ്ങൾക്കൊന്ന് മൂവ് ഓൺ ചെയ്യാനോ വിജയിക്കാനോ ഒന്നും പറ്റാത്ത വിധം നിങ്ങൾ
കിടന്ന ഒരു സാഹചര്യത്തെ നമുക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് രക്ഷപ്പെടാമെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്നൊന്നും മൂവിങ് ചെയ്യാൻ ഒരു മറഞ്ഞു നിൽക്കുന്ന ശത്രു എന്നൊക്കെ പറയാം. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ തന്നെ നിങ്ങളുടെ പിന്നിൽ നിങ്ങളുടെ നിഴൽ ഒരു ശത്രുപക്ഷത്ത് നിന്ന ഒരു സാഹചര്യം. കാരണം എവിടെ പോയി എന്ത് ചെയ്താലും അത് നെഗറ്റീവായി തീരുന്നു. അതായത് വളരെയധികം ഒരു വികാരത നിറഞ്ഞ ഒരു സാഹചര്യം, നമ്മൾക്കൊരു എവിടെയും വിക്റ്റിമാവുന്ന ഇരയാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നതും അതിൽ നിന്നും നിങ്ങൾക്കിനി ഒരു മാറ്റം, ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻഡിങ് ആവുകയാണെന്നാണ് കാണുന്നത്. എവിടെ തൊട്ടാലും പ്രശ്നങ്ങളും ദുരിതങ്ങളും അതുപോലെ മോശമായ ചീത്തപ്പേര് കേൾക്കുന്ന ഒരു സാഹചര്യം, നിങ്ങൾ പോലും അറിയാതെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്ന് കൊണ്ടിരുന്നത്. ആ ഒരു സാഹചര്യം എല്ലാം നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നു. അതിനൊക്കെ ഒരു അവസാനം വരികയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് വേണ്ടി നീതി ഒരുക്കപ്പെടുന്നു എന്ന് നമുക്ക് പറയാം. നിങ്ങൾ അനുഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും, വെറുതെ കേട്ട ചീത്തപ്പേരുകൾക്കും അതുപോലെ മറ്റുള്ളവരിൽ നിന്നുണ്ടായ നെഗറ്റിവിറ്റിനെല്ലാം ഒരു ചേഞ്ചിങ് നിങ്ങൾക്ക് ഈ മാസം അവസാനത്തോടു കൂടി വരികയും നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളും ദുരിതങ്ങളും മറ്റുള്ളവർ നിങ്ങളെ ഇരയാക്കിയ ആ സാഹചര്യങ്ങളെല്ലാം എൻഡിങ് ആയി പോവുകയാണ്, മാഞ്ഞു പോവുകയാണ്. അത് ഇനിയില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടും ദാരിദ്ര്യം, അതുപോലെ തന്നെ സംശയം നിറഞ്ഞൊരു ജീവിതം, അത് സാമ്പത്തികമായിട്ടായാലും അതല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രവൃത്തി എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ട് നിന്ന വ്യക്തികളാണ്. എന്ത് ചെയ്താലും അത് പൂർത്തീകരിക്കാൻ പറ്റാതെ വരികയും മറ്റുള്ളവരുടെ ഔദാര്യം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കൈ നീട്ടേണ്ട അവസ്ഥ, എത്ര അധ്വാനിച്ചാലും എന്തോരം സാമ്പത്തികമായ വരുമാനം വന്നാലും നമ്മൾക്കതൊരു പൂർത്തീകരിക്കണമെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഔദാര്യം പറ്റേണ്ടതായ ഒരു സാഹചര്യം വരുന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണുന്നത്. പക്ഷേ ആ ഒരു അവസ്ഥയ്ക്കും നിങ്ങൾക്ക് എൻഡിങ് വരുന്നു. നിങ്ങൾക്ക് പുതിയതായിട്ട് എവിടെയെന്നോ എന്തൊക്കെയോ വാതിലുകൾ തുറക്കപ്പെടുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ആ വാതിലുകൾ നിങ്ങൾക്ക് എന്നും ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിന്, നിങ്ങൾ ഒരുപാട് നെഗറ്റീവുകൾ അനുഭവിച്ചു, നെഗറ്റീവായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം മാറി ഒരു പുതിയ സമൃദ്ധി, അബണ്ടൻസ് ആണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്, ഒരു ചേഞ്ചിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതെ നിങ്ങൾക്കിടെ മുന്നിലേക്ക് സാമ്പത്തികമായ ഒരു സെക്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എവിടേക്കോ സ്റ്റക്കഡായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സാഹചര്യം സാമ്പത്തികമായി ഫിനാൻഷ്യലായ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് നിങ്ങളെ മറ്റാരൊക്കെയോ ഉപയോഗിച്ചു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ട്. അത് സാമ്പത്തികമായ ഒരു കാര്യത്തിനെ സംബന്ധിച്ചാണ് മുതലെടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ആരൊക്കെയോ. നിങ്ങൾ വളരെയധികം കഠിനാധ്വാനവും ഫോക്കസിങ്ങും ചെയ്യുമ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ മുതലെടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഏതൊക്കെയോ കൂട്ടുകാരാലോ നിങ്ങൾക്ക് ഏറ്റവും ഇമോഷണലി സപ്പോർട്ടിങ് നൽകുന്ന ആരുടെയൊക്കെയോ ഹെൽപ്പോടുകൂടി നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് ഒരവസാനം വരുന്നു. അതായത് നിങ്ങളെ മുതലെടുക്കുക എന്ന ആ ഒരു ചെയ്തിയുമായിട്ട് നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം, നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരായ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം സഹകരിച്ചു പോകുന്ന ആരെങ്കിലുമൊക്കെ ആവാം, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റേതൊക്കെയോ വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ടിങ് ഉണ്ടാകുന്നു. അത് നിങ്ങളിൽ നിന്നും മാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. അതുപോലെ ഒരു വ്യക്തിയുടെ ഒരു വളരെയധികം കഴിവുള്ള അല്ലെങ്കിൽ ഒരുപാട് നിഗൂഢതകളൊക്കെ വെക്കുന്ന, അതായത് ഒരു കാര്യം ഓപ്പണിംഗ് ഇല്ലാണ്ട് നിങ്ങളെ ഏതൊക്കെയോ രീതിയിൽ സ്നേഹം കൊണ്ടും മറ്റെല്ലാ രീതിയിലും നിങ്ങളെ കൈകളിലാക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് സത്യസന്ധമായ ഒരു ബന്ധത്തെ അല്ല കാണുന്നത്. ആ ഒരു ബന്ധം നിങ്ങൾ തിരിച്ചറിയുകയാണ്, നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നു, നിങ്ങളോട് വളരെയധികം ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നുവെങ്കിലും ഉള്ളുകൊണ്ട് മറ്റെന്തൊക്കെയോ നേട്ടങ്ങൾ ചിന്തിക്കുന്ന, അതായത് എന്താ പറയുക, നമുക്ക് നിഗൂഢതയുള്ള എന്നൊക്കെ പറയില്ല, ആത്മാർത്ഥതയില്ലാത്ത വ്യക്തിത്വം,
അതായത് സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ മിസ്യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം അത് വളരെ ആഴത്തിലുള്ളൊരു ബന്ധമാണ്. അവർ നിങ്ങളെ യൂസ് ചെയ്യുന്നു എന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായി ഈ ഒരു ആഴ്ച കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്നും നിങ്ങൾ അതിൽ നിന്നും വിജയിച്ച് ആ ഒരു സാഹചര്യത്തിൽ നിന്നും ആ ഒരു ദുരിതത്തിൽ നിന്നും നിങ്ങൾക്കൊരു കരകയറ്റം, ഒരു സക്സസ് വരുന്നുവെന്നും നിങ്ങൾ മറ്റൊരു ദിശയിലേക്ക് നിങ്ങൾ പോലും ചിന്തിക്കാതെ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് ശരിക്കും നിങ്ങൾ മാനസികമായിട്ടും ഒരുപാട് ഫീലിങ്സ് അനുഭവിക്കുന്നുണ്ടാവാം ആ ഒരു ബന്ധത്തിൽ. സത്യസന്ധമല്ലാമെന്നും ഇതെന്നെ ഉപയോഗിക്കുന്നുവെന്നും അറിഞ്ഞിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ വിട്ടുപോകാൻ വയ്യാത്ത വിധ ആഴത്തിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയതിൻ്റെ ഫലം നിങ്ങൾക്ക് ഒരു ദുരിതങ്ങൾ നേരിടുന്നുണ്ട്. നിങ്ങൾ ഇമോഷണലി നിങ്ങൾ ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ ആവാൻ പറ്റാതെ വളരെ വിഷമിക്കുകയും ശരിക്കും പറഞ്ഞാൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട് നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് സമയമായി ആ ഒരു സാഹചര്യത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് പോകാൻ നിങ്ങളുടെ സ്റ്റക്നെസ് നിങ്ങൾ മാറ്റുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലീനെ, നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും നല്ല ഒരു കുടുംബ അന്തരീക്ഷമുള്ള വ്യക്തികളെയാണ് കാണുന്നത്. അതായത് നമ്മൾ പാരമ്പര്യമായി ഒരു പോസിറ്റീവായ രീതിയിൽ പോകുന്ന കുടുംബങ്ങളുണ്ടല്ലോ, ആ ഒരു സാഹചര്യത്തിൽപ്പെട്ട വ്യക്തികളെയാണ് കാണുന്നത്. ഒരു പേരും പെരുമയൊക്കെയുള്ള ഒരു കുടുംബ അന്തരീക്ഷമുള്ളവരാണ് ഇതുപോലൊരു സാഹചര്യത്തിൽ പെട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് തിരിച്ച് പോകേണ്ട സമയമായെന്നും നിങ്ങൾ ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്നും തീർച്ചയായിട്ടും മോചിക്കപ്പെടുകയാണെന്നുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ എന്തിനെയാണോ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന സമയം ആണെന്നും മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങൾ നിൽക്കുന്ന ഒരു ഭാഗം വളരെ പോസിറ്റീവായ ഒരു അന്തരീക്ഷം, നിങ്ങൾ എവിടെയാണോ അവിടെ വളരെ പോസിറ്റീവായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു എന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ നമുക്ക് മാലാഖമാർ നൽകിയിരിക്കുന്ന മെസ്സേജ് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ്. അതായത് നിങ്ങളുടെ അവബോധത്തെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സമയം നിങ്ങളുടെ അവബോധം പൂർണ്ണമായും വിശ്വസനീയവും കൃത്യവുമാണ്. ഇപ്പോൾ ഈ ടൈം മുതൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റാണ്, പോസിറ്റീവാണ്. നിങ്ങളുടെ മൈൻഡ് പറയുന്നത്, ഇൻറ്റ്യൂഷൻ പറയുന്നതാണ് ശരി എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ സ്വന്തം ആന്തരിക മാർഗനിർദ്ദേശം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തെറ്റുപറ്റില്ല. നിങ്ങളുടെ യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ യഥാർത്ഥവും വിശ്വാസയോഗ്യവുമാണ്. നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കുക, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വികാരങ്ങളിൽ വിശ്വസിക്കുക. അതുപോലെ മറ്റാളുകളുടെയും അവരുടെ യഥാർത്ഥ ചിന്തകളെയും ഉദ്ദേശ്യങ്ങളെയും കുറിച്ചുള്ള നിങ്ങളുടെ ഉൾക്കാഴ്ചകൾ തികച്ചും കൃത്യമാണ്. നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നതും നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ വെച്ച് അത് വളരെ കറക്റ്റാണ്. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ പോസിറ്റീവായി തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ അറിയുന്നത് സത്യമാണ് എന്ന് സംശയിക്കേണ്ടതില്ല. അപ്പം നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്ന കാര്യം സത്യമാണ് എന്നത് നിങ്ങൾ സംശയിക്കേണ്ട, അത് സത്യം തന്നെയാണ് കേട്ടോ. നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ് പറയുന്നത്, ശരിയായ സമയമല്ല. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഇത് ശരിയായ സമയമല്ല. എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ വേഗം ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ സമയം കറക്റ്റ് അല്ല, സമയമായില്ല എന്നാണ്. അപ്പോൾ ഒന്ന് ക്ഷമയോടെ ഇരിക്കുക. കൃത്യമായ സമയം വരുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മൂവിങ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗനിർദ്ദേശം നൽകും. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുക, അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുക. അതുപോലെ ചില കാര്യങ്ങൾ ചെയ്യുക എന്നത് ഇപ്പോൾ കറക്റ്റായ ടൈമല്ല, അതും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകും. അപ്പോൾ അതിനനുസരിച്ച് പോകുക. അതായത് കൺഫ്യൂഷൻ തോന്നുന്ന എന്തെങ്കിലും സാഹചര്യം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിലൊന്നും പോയി ചാടരുത്, അതൊക്കെ മാറ്റി വയ്ക്കുക കേട്ടോ. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് അതിനകത്ത് പോസിറ്റീവായൊരു സാഹചര്യം മനസ്സിലാവുകയും അതിനനുസരിച്ച് പോവുകയും ചെയ്യുക എന്നാണ് നമുക്ക് ഇന്ന് തന്നിരിക്കുന്ന ഗൈഡൻസ്. എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നന്മ വരട്ടെ.